നമസ്കാരം. ട്രഷറി ഇടപാടുകാർ ശ്രദ്ധിക്കുക. ചെക്കുമായി വരുന്ന വ്യക്തിയുടെ പേര് ചെക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ചെക്ക് മടങ്ങും. ട്രഷറി ചെക്കുകളിൽ ഇനി മുതൽ ബെയറർ ഉള്ള വാക്ക് ഒഴിവാക്കി സർക്കാർ ഉത്തരവ് നമ്പർ 114/2025, തീയതി 12/9/2025. ട്രഷറി സേവിങ്സ് ബാങ്ക് ഇടപാടുകൾ ചെക്കുകളിലൂടെ 3 രീതിയിലാണ് ഇതുവരെ നടന്നിരുന്നത്. 1. അക്കൗണ്ട് ഉടമ നേരിട്ട് ട്രഷറിയിലെത്തി സെൽഫെന്നോ പേരോ ചെക്കിൽ എഴുതി പണം പിൻവലിക്കുന്നു. 2. മറ്റൊരാൾ മുഖാന്തരം പണം പിൻവലിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് ചെക്കിൽ രേഖപ്പെടുത്തുന്നു, പണം പിൻവലിക്കുന്നു. 3. ബെയറർ എന്ന ചെക്കിൽ രേഖപ്പെടുത്തിയതിനാൽ അക്കൗണ്ട് ഉടമയുടെ പേരെഴുതി മൂന്നാമതൊരാൾ ചെക്കുമായി ട്രഷറിയിൽ വന്നാൽ തുക നൽകേണ്ട സാഹചര്യമായിരുന്നു. ഇത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. അക്കൗണ്ട് ഉടമയുടെ പേരെഴുതിയ ചെക്കുമായി വരുന്നയാൾ അക്കൗണ്ട് ഉടമ ചുമതലപ്പെടുത്തിയ ആൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുവാൻ ട്രഷറി വകുപ്പിന് സാധിക്കില്ല. ബെയററായ ഇടപാടുകാരനെ തിരിച്ചറിയാതെ പോയ പല സാഹചര്യങ്ങളും സംഭവങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ട്രഷറി ഇടപാടുകൾ സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനും ഇതുമൂലം തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾ ഒഴിവാക്കുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ട്രഷറി വകുപ്പ് പുതിയ തീരുമാനം എടുത്തത്. മുകളിൽ പ്രതിപാദിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ 2 മാർഗങ്ങളിലൂടെ മാത്രം ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ സാധിക്കൂ. അക്കൗണ്ട് ഉടമ ട്രഷറിയിൽ നേരിട്ടെത്തി സെൽഫെന്നോ സ്വയം പേരെഴുതിയ ചെക്കോ ഉപയോഗിച്ച് ഇടപാട് നടത്താം. അതോടൊപ്പം മറ്റൊരാൾ മുഖാന്തരം പണം പിൻവലിക്കുന്നതിന് ആ വ്യക്തിയുടെ പേര് ചെക്കിൽ ചേർത്തിരിക്കണം. ചുരുക്കത്തിൽ, ട്രഷറി സേവിങ്സ് ബാങ്ക് ഇടപാടുകളിൽ ഉപയോഗിക്കുന്ന ചെക്കുകളിൽ സെൽഫോ അല്ലെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ പേരോ അല്ലെങ്കിൽ ചെക്കുമായി വരുന്ന വ്യക്തിയുടെ പേരോ ഇവയിൽ ഏതെങ്കിലും രേഖപ്പെടുത്തിയിരിക്കണം. ഇനി മുതൽ ട്രഷറി ചെക്കുകളിൽ ബെയറർ എന്നുള്ള വാക്ക് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുകയില്ല. താങ്ക് യു.